വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം. ദൈവം എത്രയോ കാരുണ്യവാനാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് മക്കളോട് കാണിക്കുന്നത്. ദൈവത്തിന്റെ അനന്ത സ്നേഹവും അനന്ത കൃപയും അനന്ത കരുണയും നാം ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവിനെന്ന് അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുമ്പോൾ നമ്മുടെ അധ്വാനവും നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ പാപഭാരവും നമ്മുടെ ബലഹീനതകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രക്ഷകനായി സകല മനുഷ്യർക്കും രക്ഷ നൽകുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മെ രക്ഷിച്ച ആനന്ദ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങുവാനായിട്ട് ശ്രമിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു. മാനവരാശി സമാധാനം അനുഭവിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുമെന്ന് വിശുദ്ധ ഓഗസ്തീനായോട് ഈശോ അരുളി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സമാധാനം തേടി ഈ ലോകത്തിന്റെ സുഖങ്ങൾ തേടി നാം ജീവിക്കുമ്പോൾ അതെല്ലാം ക്ഷണികമാണെന്ന് തിരിച്ചറിയുകയും അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കി ആ അനശ്വര സ്നേഹത്തിലേക്ക്, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യജീവനിലേക്ക് നമുക്ക് നമ്മുടെ കാലുകളെ മുന്നോട്ട് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഏതവസ്ഥയിലായിരുന്നാലും എപ്പോൾ ഏതവസ്ഥയിൽ ആയിരുന്ന ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതലോടുകൂടി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ ഈശോ മിശിഹ.